ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കവിതയും പ്രണയവും തമ്മിൽ എന്താ ഒരു ബന്ധം? ഈ കിളവിയൊന്നും ഞാൻ ഒന്ന് കേറിയില്ല, അതിനുമ്പോ തുടങ്ങിക്കോളും. ഞാൻ പരദൂഷണമൊക്കെ നിർത്തി. ഇപ്പൊ ദൈവിക കാര്യങ്ങളാ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ പിന്നെ ദൈവിക കാര്യം. നിങ്ങൾ ഞങ്ങൾക്കിട്ട് വെച്ച ചതികളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലെന്നും അറിയില്ലെന്നും നിങ്ങൾ കരുതരുത് കേട്ടോ. വിളച്ചിലമ്മേ, മനസ്സറിയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ മോനെ. അതിന് ഞാൻ എന്ത് ചതി ചെയ്തു? നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്നും ഇനി എന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെന്നും എനിക്കറിയാം. മതിയായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. മനസ്സിലായോ? തെറ്റിദ്ധരിക്കല്ലേ ചക്കര്. ശരിയായ ധാരണ തന്നെ. ചേച്ചിയുടെ അമ്മായിയമ്മ, അളിയന്റെ അമ്മ എന്നീ പരിഗണന കൂടുതൽ തരുമ്പോ അതിങ്ങനെ മുതലെടുക്കരുത്. അയ്യോ, അത് എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. അത് അസ്ഥിക്ക് പിടിച്ചില്ല. അതിനാണോ ഇത്രമാത്രം ചീത്ത? അതെ, എന്റെ വീട്ടില് ഞാൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. നിങ്ങൾ ആരാ അത് ചോദിക്കാൻ? അല്ല, ഞാൻ വന്നതേ എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കാനാ. മനസ്സിലായോ? ചില അലവലാദികൾ വന്ന് എട്ടുകാലികളെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വല കെട്ടി. അത് തുടച്ചു മാറ്റാൻ ഇത്തിരി സമയമെടുത്തു. പറയാനുള്ള പല കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം പറഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോഴേ പരസ്പരം മിണ്ടിയും പറഞ്ഞിരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. വേറൊന്നുമല്ല, പ്രണയകാര്യം തന്നെ. അല്ല, നിങ്ങള് പ്രണയോ സ്നേഹോ എന്ത് വേണേലും ചെയ്തോ. അതിന് ഞാനെന്താ വേണം? അതിന് ഒരേ മുന്നറിയിപ്പ് തന്ന. നിങ്ങൾക്കേ ഈ വീട്ടിലെ എല്ലാവരുടെ ബെഡ്റൂമിലേക്ക് ഒളിച്ചു നോക്കുന്നതാണല്ലോ പ്രധാന പണി. രാജു, ബാക്കി കൂടി കേക്ക്. ഈ കാക്ക കരണ്ട് കമ്പിയിൽ കരിഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. ആ, അതുപോലെ എന്റെ ബെഡ്റൂമിൽ ചുറ്റും എങ്ങാനും ഒളിഞ്ഞു നോക്കാൻ വന്ന കറണ്ടടിച്ച കാക്ക പോലെ ആവും അളിയന്റെ അമ്മ. വന്യമൃഗങ്ങളെ തുരത്താനേ ഫോറസ്റ്റുകാര് ചെയ്യുന്ന പണി ഞാനും ചെയ്തിട്ടുണ്ട്. കരണ്ട് കേട്ടോളിന്റെ അമ്മ. ഇവൻ രണ്ടും കൽപ്പിച്ചാണല്ലോ. എന്താ രാജു, ഇന്നെന്താ നേരത്തെ? എന്റെ അച്ഛനെ ഉപേക്ഷിച്ചോ? മകളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അച്ഛനെ ഉപേക്ഷിക്കാതെ തരവുണ്ടോ? അത് ശരി. അപ്പോ എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. ആ, അത് ശരി തന്നെയാ. പണ്ടൊക്കെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തുറന്നു പറയുന്നു, എനിക്കെന്റെ ഋതുവിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. കൊച്ചു ഗള്ള. പക്ഷേ ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. അന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും എന്റെ രാജുമോനെ. എന്താ എന്റെ ഋതുമോളെ? ഈ കഴിഞ്ഞ ദിവസം വരെ ചില മുനികളെ പോലെ മുഖം വീർപ്പിച്ച് കെട്ടി നടന്ന ആളാ. മുഖത്തേക്ക് നോക്കിയ പേടിയാവുമായിരുന്നു. ഇപ്പോഴോ? ഇപ്പോ
നല്ല മുല്ലപ്പൂ പോലെയുള്ള ചിരിയും റോസാപ്പൂ വിടരും പോലത്തെ നോട്ടവും ചെമ്പകപ്പൂ കൊഴിയും പോലത്തെ ഭാവവും. ഏ ആ എന്നുവെച്ചാ ഒരു പ്രണയമഴ പെയ്യുന്നത് പോലെ. ആ കവിതയും പ്രണയവും തമ്മില് എന്താ ഒരു ബന്ധം? ഈ കിളവിയൊന്നും ഞാൻ ഒന്ന് കേറിയില്ല, അതിനുമ്പോ തുടങ്ങിക്കോളും. നിങ്ങൾക്ക് എന്താ തള്ളേ വേണ്ടത് ചോദിച്ചേ? ഈ കിളവിയൊന്നും ഞാൻ എടാ ഇത് കിളവിയും കുഴവിയൊന്നും അല്ല, ഞാനാ. ആര്? നിനക്ക് കണ്ണു കണ്ടൂടെ? ഞാൻ പ്രിയ, നിന്റെ ചേച്ചി. നീ ഇതെപ്പോ വന്നു? നീ ഒളിച്ചു വന്ന കേറിയത് ഞാൻ കണ്ടില്ലല്ലോ. ഒളിച്ചു വന്ന് കയറാൻ ഇതെന്താ കള്ളു ഷാപ്പാണോ? എന്നാലും ഞാൻ വന്ന വാതിലില് മുട്ടണ്ടായിരുന്നു. സോറി, വലിയ തെറ്റായി പോയി. ഇനി ഇത് ആവർത്തിക്കില്ല. സോറി. 2026 ആദ്യത്തെ ചമ്മലായിപ്പോയി. കഷ്ടമായി പോയല്ലോ. സോറി എടാ. സോറി മോളെ. പാവം ചേച്ചി ആകെ ചമ്മിപ്പോയി. ചമ്മൽ എല്ലാവർക്കും ഉണ്ട്. രാജു എന്തിനാ ഇന്നലെ രാത്രി പുറത്തിറങ്ങി ആ നിലാവത്ത് പോയി നിന്നത്? അത് ഉറക്കം വന്നില്ല. അതെന്താ ഉറക്കം വരാത്തെ? അതെന്താന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് എനിക്കും അറിയാം, രാജുവിനും അറിയാം. പക്ഷേ രാജു പറയില്ല. ഇതാ നമ്മള് തമ്മില് ഈ വഴക്കുണ്ടാവുന്ന. പറയ രാജു. രാജുവിനെന്താ ഓർക്കം വരാതിരുന്ന്? എന്റെ ഋതുമോളെ പിരിഞ്ഞിരുന്നോ എനിക്ക് ഉറക്കം വരുവോ? ഇത് കേൾക്കാനല്ലേ രാജു ഞാൻ കാത്തിരുന്നത്. ഇതല്ലേ പ്രണയം. അവൻ കറണ്ട് പിടിപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്? മുറിക്ക് ചുറ്റും കറണ്ട് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒളിച്ചു നോക്കാം. നോവിനാലേ